ഹല്ലേലൂയ. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ വരവ് താമസിച്ചതിനാൽ ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥനാധ്വനി ഫേസ്ബുക്ക് ലൈവില് ദൈവത്തിന്റെ നാമം ഉയർത്തുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ ഇടയാക്കി തോർത്തി എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ ബെൻസൺ ഡാനിയലിനോടുള്ള നന്ദി സ്നേഹം അറിയിച്ചുകൊള്ളുന്നു. എന്നെ കേൾക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. നമ്മുടെ അല്പസമയത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 8-ാം അധ്യായം 1-ാം വാക്യവും സങ്കീർത്തനങ്ങൾ 113-ാം അധ്യായം 3-ാം വാക്യവും സങ്കീർത്തനങ്ങൾ 8-ാം അധ്യായം 1-ാം വാക്യം. ഞങ്ങളുടെ കർത്താവായ യഹോവേ, നിന്റെ നാമം ഭൂമിയിലൊക്കെയും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു. സങ്കീർത്തനം 113-ാം അധ്യായം 3-ാം വാക്യം. സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവായ യഹോവയുടെ നാമത്തിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ചാകുന്നു ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം ഭൂമിയിലൊക്കെയും ശ്രേഷ്ഠമായിരിക്കുന്നു. അത് ഭൂലോകത്തിലുള്ള സകല ഭൂസീമവാസികളും സകല സൃഷ്ടികളും ഉദയം മുതൽ അസ്തമനം വരെ യഹോവയുടെ നാമത്തിന് തക്ക മഹത്വം കൊടുക്കുന്നതായി നമ്മൾക്ക് കാണുവാൻ സാധിക്കും. ഇതിനെ ആസ്പദമാക്കി നമ്മുടെ കർത്താവിന്റെ നാമത്തിന്റെ ചില പ്രത്യേകതകളെ കുറിച്ച് നമുക്ക് നോക്കാം. സദൃശ്യവാക്യം 18-ാം അധ്യായം 10-ാം വാക്യം. യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കുന്നു. ഇവിടെ യഹോവയുടെ നാമം നീതിമാൻ ഓടിച്ചെന്ന് അഭയം പ്രാപിപ്പാന് ശക്തമായ ഒരു കോട്ടയാകുന്നു എന്നാകുന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ജീവിതത്തിന്റെ പ്രയാസങ്ങളില്, ഒറ്റപ്പെടുത്തലുകളില്, ജീവിതത്തിന്റെ തിരസ്കരണങ്ങളുടെ മധ്യത്തില് ഈ യഹോവയുടെ നാമത്തില് നാം അഭയം പ്രാപിച്ചാല് അത് നമുക്ക് കോട്ടയാണ്, അത് ബലമുള്ള ഗോപുരമാകുന്നു എന്നാകുന്നു ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സങ്കീർത്തനങ്ങൾ 61-ാം അധ്യായം 3-ാം വാക്യം. സങ്കീർത്തനക്കാരൻ പറയുകയാകുന്നു, നീ എനിക്ക് ഒരു ശരണവും ശത്രുവിന്റെ നേരെ ഉറപ്പുള്ള ഗോപുരവുമാകുന്നു. ഈ നാമത്തിൽ നാം ആശ്രയിക്കുന്നുവെങ്കിൽ ശത്രുവിന്റെ നേരെ, ശത്രുവിനെ ജയിപ്പാനുള്ള ദൈവകൃപ ഉയരത്തിൽ നിന്ന് നമുക്ക് പ്രാപിപ്പാൻ സാധ്യമായി തീരും. ഈ കോട്ട അതിന്റെ പ്രതിരോധം എങ്ങനെ തീർക്കുന്നു എന്ന് ചോദിച്ചാല് ശത്രുക്കളിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നതാകുന്നു എന്ന് ദൈവവചനം നമ്മോട് പറയുന്നു. സങ്കീർത്തനം 144 2-ാം വാക്യത്തില് സങ്കീർത്തനക്കാരൻ പറയുകയാകുന്നു, അവൻ എന്റെ ദയയും എന്റെ കോട്ടയുമാണ്. അവനിൽ വിശ്വസിക്കുന്നവർ, ഹല്ലേലൂയ, തന്നിൽ വിശ്വസിക്കുന്നവർക്ക് അവൻ കോട്ടയാകുന്നു, പരിചയാകുന്നു, ശരണമായ ദൈവമാകുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവന് വേണ്ടി ഒരു കോട്ടയായും ഒരു സംരക്ഷണ കേന്ദ്രമായും പ്രവർത്തിക്കുന്ന ദൈവത്തെയാകുന്നു നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവർക്ക് അവന്റെ നാമം ശക്തിയും ബലവുമാകുന്നു. നമ്മൾ ബലഹീനരെന്ന് തോന്നുമ്പോൾ നമ്മളെ ബലപ്പെടുത്തുവാന്, ഹല്ലേലൂയ, നമുക്ക് കോട്ടയായി ഈ നാമം നമ്മോട് കൂടെ ഉണ്ട് എന്ന് ദൈവവചനം നമ്മോട് സംസാരിക്കുകയാകുന്നു. സങ്കീർത്തനം 94-ാം അധ്യായം 22-ാം വാക്യത്തില് സങ്കീർത്തനക്കാരൻ പറയുകയാകുന്നു, എങ്കിലും യഹോവ എനിക്ക് ഗോപുരവും എന്റെ ശരണശൈലമായ ദൈവവുമാകുന്നു. ഈ ലോകത്തിൽ ആശ്രയം വയ്പ്പാന്, ഈ ലോകത്തിൽ പ്രത്യാശ വയ്ക്കുവാന്, ശരണം പ്രാപിപ്പാന് ശക്തമായ ഒരേ ഒരു നാമം, അതാകുന്നു യേശുവിന്റെ നാമം. അത് വിശ്വസിക്കുന്നവൻ അഭയകേന്ദ്രമാകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 4-ാം വാക്യം നമ്മോട് പറയുന്നു, അവൻ പാറ, അവന്റെ പ്രവൃത്തി അത്യുത്തമം, അവന്റെ വഴികളൊക്കെയും ന്യായം, അവൻ വിശ്വസ്തതയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ,
നീതിയും നേരുമുള്ളവൻ തന്നെ. തന്നിൽ ആശ്രയം വെച്ചിരിക്കുന്ന തന്റെ മക്കൾക്ക് തീർച്ചയായും പറയുവാൻ സാധിക്കും, അത് അവൻ പാറയായ ദൈവമാകുന്നു. അവന്റെ പ്രവൃത്തി അത്യുത്തമം, അവന്റെ വഴികളൊക്കെ ന്യായമാകുന്നു. അന്യായമായ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഹല്ലേലൂയ, അവന്റെ പ്രവൃത്തി ഒന്ന് മാത്രമാകുന്നു ന്യായമുള്ളത്. അവൻ വിശ്വസ്തതയുള്ള ദൈവമാകുന്നു. മനുഷ്യർ നമ്മോട് അവിശ്വസ്തരായി തീരുമ്പോൾ ഹല്ലേലൂയ, വിശ്വസ്തനായവൻ ഒരുവൻ മാത്രം. നമ്മൾ അവിശ്വസ്തരായി തീർന്നാലും അവന്റെ വിശ്വസ്തതയ്ക്ക് ഹല്ലേലൂയ, നമ്മോടുള്ളതിന് ഭംഗം വരുത്താത്തൊരു നല്ല ദൈവം. അവനിൽ വ്യാജമില്ല, അവൻ നീതിയും നേരുമുള്ള ദൈവം തന്നെ എന്ന് ഹല്ലേലൂയ ആവർത്തന പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ ദൈവത്തെ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തില് നമ്മുടെ കർത്താവും നമ്മുടെ ഹല്ലേലൂയ രക്ഷിതാവുമായി സ്വീകരിപ്പാന് ഇടയായി തീർന്നത് നമ്മുടെ ഭാഗ്യമാകുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 26 അധ്യായം 4 വാക്യം നമ്മോട് പറയുന്നു, യഹോവയാം യാഹിൽ ശാശ്വതമായൊരു പാറയുള്ളതിനാൽ യഹോവയിൽ എന്നേക്കും ആശ്രയിപ്പീൻ. ഹല്ലേലൂയ. ആശ്രയിപ്പാന് ഹല്ലേലൂയ ശക്തമായ ആശ്രയിപ്പാന് പ്രാപ്യമായൊരു പാറ യഹോവയാകുന്ന പാറയാകുന്നു. ഹല്ലേലൂയ. ഈ പാറയിൽ ആശ്രയിച്ചവരാരും ലജ്ജിതരായി തീർന്നു പോയിട്ടില്ല. ഹല്ലേലൂയ. ഈ പാറയിൽ ആശ്രയം കണ്ടെത്തിയവർ ഹല്ലേലൂയ അവരുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ മധ്യത്തില്, പ്രതിസന്ധികളുടെ മധ്യത്തിൽ ഹല്ലേലൂയ തങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവത്തിന്റെ മഹാത്മ്യം ജീവിതത്തിൽ രുചിച്ചറിവാനിടയായി തീർന്നവരാകുന്നു. ദാനിയേലിന്റെ പുസ്തകം 6 അധ്യായം 22 വാക്യത്തില്, എന്റെ ദൈവം തന്റെ ദൂതനെ അയച്ച് സിംഹങ്ങളുടെ വായി അടച്ചു. ഹല്ലേലൂയ. നമ്മൾക്ക് ദാനിയേലിനെ കുറിച്ചറിയാം. തന്റെ ദൈവം തന്നെ വിടുവിച്ച വിധങ്ങള് ദൈവസന്നിധിയിലെ ദൈവിക വ്യവസ്ഥയോടും ദൈവിക വിശുദ്ധിയോടും നിലനിന്ന ഹല്ലേലൂയ തന്റെ ദാസൻ. ഹല്ലേലൂയ. നമ്മൾക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്, തന്റെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളെ പ്രതിബന്ധങ്ങളൊക്കെ നേരിടുമ്പോൾ താൻ ആശ്രയിക്കുന്ന ഒരു പാറ യഹോവയാകുന്ന പാറയായിരുന്നു. ഹല്ലേലൂയ. ഈ ദാനിയേലിനെ കുറിച്ച് പറയുമ്പോൾ ഇസ്രയേലിലെ ഹല്ലേലൂയ അടിമയായി ഇസ്രയേലിൽ നിന്ന് അവരെ പിടിച്ചുകൊണ്ട് വന്ന സമയത്ത് ഹല്ലേലൂയ രാജകീയ ഭക്ഷണം കൊണ്ട് തങ്ങളെ ഹല്ലേലൂയ അശുദ്ധമാക്കുകയില്ല എന്ന് സധൈര്യം ഹല്ലേലൂയ രാജാവിനോട് പറഞ്ഞ, രാജകൊട്ടാരത്തിൽ അറിയിച്ച ദൈവദാസന്മാരെയാകുന്നു നമ്മൾക്കിതിന്റെ ആദ്യ ഭാഗങ്ങളിൽ കാണുവാൻ സാധിക്കുന്നത്. ഇവിടെ 6 അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ദാര്യാവേശ് രാജാവിനോട് ഹല്ലേലൂയ തന്റെ കൊട്ടാരത്തിലുള്ള തന്റെ ആൾക്കാർ വന്ന് പറഞ്ഞു, ഈ ഒരു 30 ദിവസം രാജാവിനോടല്ലാതെ ആരും പ്രാർത്ഥിക്കരുത് എന്നുള്ള ഒരു നിയമം മേദ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം കൊണ്ടുവരണമെന്ന് അവർ രാജാവിനോട് പറഞ്ഞു. അവർക്ക് ഈ കൊട്ടാരത്തിലുള്ള മറ്റുള്ളവർക്ക് അറിയാമായിരുന്നു, യഹോവയായ ദൈവത്തിന്റെ നാമത്തിലല്ലാതെ ദാനിയേലിനെ കുറിച്ച് പഴി പറയുവാന് മറ്റൊരു മാർഗമില്ല, കുറ്റം കണ്ടുപിടിക്കുവാന് വേറെ ഒന്നുമില്ല എന്ന് മനസ്സിലായതിനാല് തനിക്കെതിരായി പ്രവർത്തിക്കുന്നവർ ഹല്ലേലൂയ രാജാവിനെ കൊണ്ട് ഹല്ലേലൂയ മേദ്യരുടെയും പാർസികളുടെയും നീക്കം വരാത്ത നിയമപ്രകാരം ഹല്ലേലൂയ അതിന് മാറ്റം വരാതെ വണ്ണം അവിരോധന ആജ്ഞ പുറപ്പെടുവിപ്പാന് രാജാവിനോട് പറഞ്ഞു. അങ്ങനെ രാജാവ് ആ രേഖ ഉറപ്പിച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. രാജാവ് ചെയ്ത നിർണയത്തിന് മാറ്റം വരാതെ വണ്ണം ഹല്ലേലൂയ രാജ്യത്തിന്റെ മുദ്ര അതിന്മേൽ വെച്ചു. എന്തുകൊണ്ടെന്നാല് പിന്നെ ഇത് മാറുവാൻ സാധ്യമല്ല എന്നുള്ളതിനാല് ഹല്ലേലൂയ ഇതാ രാജകൊട്ടാര ദാനിയേൽ അറിഞ്ഞു ഇങ്ങനെ ഒരു നിയമം രാജ്യത്ത് ഇവരെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. 30 ദിവസം ദാര്യാവേശ് രാജാവിനോടുള്ള അല്ലാതെ ആരോടും രാജ്യത്ത് പ്രാർത്ഥിപ്പാൻ പാടില്ല എന്നുള്ളത്. ദാനിയേലിനെ സംബന്ധിച്ചത്
ടുത്തോളം തന്റെ ജീവിതത്തിന്റെ സകല അവസ്ഥകളുടെയും മുമ്പില് താൻ യെരൂശലേമിന്റെ വാലയത്തിന് നേരെ തന്റെ കിളിവാതിലുകൾ തുറന്നിട്ട് ദൈവസന്നിധിയിൽ മധ്യസ്ഥ ചെയ്യുന്നവനായിരുന്നു. താൻ ജീവിതത്തിന്റെ പ്രശ്നത്തിന്റെ മധ്യത്തിലും 3 പ്രാവശ്യം താൻ പഴയതുപോലെ ചെയ്യുന്നത് പോലെ തന്നെ കിളിവാതിലുകളെ യെരൂശലേമിന്റെ വാലത്തിന് നേരെ തുറന്നിട്ടുകൊണ്ട് 3 നേരവും ദൈവസന്നിധി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവരെങ്കിൽ ഹല്ലേലൂയ, പ്രശ്നങ്ങളുടെ മധ്യത്തില്, പ്രതികൂലങ്ങളുടെ മധ്യത്തില് നാം ഒരിക്കലും പതറിപ്പോകേണ്ട ആവശ്യമില്ല. കാരണം ഒന്ന് നമ്മൾക്കറിയാം, ഹല്ലേലൂയ, ഞാൻ ആശ്രയിച്ചിരിക്കുന്ന പാറ ഉറപ്പുള്ള പാറയാകുന്നു. ഞാൻ ആ ഗോപുരത്തിങ്കിലേക്ക് ഓടി ചെല്ലുമ്പോൾ ഹല്ലേലൂയ, അതെനിക്ക് ബലമുള്ള ഗോപുരമാകുന്നു, എനിക്കതിൽ ആശ്രയിപ്പാൻ വകയുണ്ട് എന്ന് തീർച്ചയായും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവന് പൂർണ്ണമായി അറിയാം. ഹല്ലേലൂയ. മാനുഷികമായി രാജാവിന്റെ നിർണയത്തിന് മാറ്റം വരാതിരിപ്പാൻ തക്കവണ്ണം ഇവിടെ നാം കാണുന്നത് രാജ്യത്തിന്റെ മുദ്രയ നിയമത്തിന്റെ മേൽ വെച്ചുവെന്നാകുന്നു. ദാനിയേൽ ദൈവസന്നിധിയില് താൻ പതിവായി ചെയ്യുന്നത് പോലെ ദൈവസന്നിധി തന്റെ മുട്ടുകളെ മടക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ മുമ്പില് നാം മുട്ടുകളെ മടക്കുവാൻ തയ്യാറായാല് ലോകത്തിന്റെ മുമ്പിൽ നാം മുട്ടുമടക്കുവാന് സ്വർഗത്തിലെ ദൈവം നമ്മളെ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. ഇവിടെ എന്താകുന്നു നമുക്ക് കാണുവാൻ സാധിക്കുന്നത്? ആ ദാനിയേലിനെ ഇതാ രാജകൊട്ടാരത്തിലുള്ളവർ അവൻ കൽപ്പന ലംഘിച്ചു എന്നുള്ള രീതിയില് പിടിച്ചുകൊണ്ട് രാജാവിനോട് പറഞ്ഞു, ഇവനെ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ട് കളയണമെന്ന്. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ദാനിയേൽ ഒരിക്കലും പതറിപ്പോയില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. ദാനിയേലിനെ സിംഹത്തിന്റെ ഗുഹയിൽ ഇട്ട് കളഞ്ഞു. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തന്റെ കൈയുടെ കൈപ്പണിയായ ദാനിയേലിനെ ഹല്ലേലൂയ ഒരു വാക്കിനാല് ഹല്ലേലൂയ ഉളവാക്കി ഒരു സിംഹത്തിന്റെ മുമ്പില് ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. വാസ്തവമായ യഹോവയാം യാഹിലുള്ള ശാശ്വത പാറയില് നീ ആശ്രയിക്കുന്നവനെങ്കിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, സൃഷ്ടിതാവായവൻ കൽപ്പിച്ചിട്ടല്ലാതെ സൃഷ്ടിക്ക് അവന്റെ മുൻപിൽ അനങ്ങുവാൻ സാധ്യമല്ല. ഹല്ലേലൂയ. പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളില് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകും. മറ്റുള്ളവർ നമ്മൾക്ക് പ്രശ്നം നമ്മളിൽ കണ്ടുപിടിച്ചുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കുവാൻ നോക്കുന്നവരുണ്ടാകും. എങ്കിൽ ഹല്ലേലൂയ ധൈര്യമായിരിക്കുക. കാരണം എന്തെന്ന് പറഞ്ഞാല് ഹല്ലേലൂയ നാം ആശ്രയിച്ചിരിക്കുന്ന പാറ യഹോവയാകുന്ന പാറയാകുന്നു. നാം വിളിച്ചപേക്ഷിക്കുന്ന നാമം അത് ബലമുള്ള ഗോപുരമാകുന്നു. ഹല്ലേലൂയ. ആയതിനാല് ഹല്ലേലൂയ ക്രിസ്തുവിലുള്ള പ്രത്യാശ മുറുകെ പിടിച്ച് ജീവിതത്തിന്റെ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കാനുള്ള ദൈവകൃപ നാം ഏറ്റെടുക്കേണ്ടതാകുന്നു. ഹല്ലേലൂയ. ഇവിടെ തന്നിൽ മാത്രം നോക്കിയ തന്റെ ഭക്തനെ ഹല്ലേലൂയ ഇല്ലായ്മ ചെയ്യുവാന് ഈ ലോകത്തിന്റെ ഒരു ദുഷ്ടശക്തിയെയോ എന്റെ ദൈവം അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. ഞാൻ കരുതുന്നത് ദാനിയേലിനെ കണ്ട സിംഹം നിസ്സഹായകനായി നോക്കി നിന്നുവെന്ന് മാത്രമാകുന്നു. ഹല്ലേലൂയ. പ്രിയരെ, ലോകത്തിന്റെ ശക്തിയും പ്രതാപവും ഹല്ലേലൂയ ഒരു ഭക്തന് അനുകൂലമല്ല. എങ്കിലും തന്റെ നാമത്തിൽ ആശ്രയിക്കുന്നവർക്ക് ആ നാമം ബലമുള്ള കോട്ടയാകുന്നു. ഹല്ലേലൂയ. ഈ യഹോവയാകുന്ന യാഹിലെ നമ്മൾക്ക് ആശ്രയം കണ്ടെത്തിക്കൊണ്ട് ഈ നാമത്തിൽ ഹല്ലേലൂയ അഭയം ചൊല്ലി മുൻപോട്ട് നീങ്ങുവാന് സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ മണ്ഡലങ്ങളില് ഇടയാക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അടുത്തതായി ഫിലിപ്പിയർക്ക് എഴുതിയ 2-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങള് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്ന, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും
അധോലോകരുടെയും മുഴങ്കാലുകളൊക്കെയും മടങ്ങുകയും എല്ലാ നാമവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ. സകല നാമത്തിനും മേലായ നാമം. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തുകൊണ്ട് ഹല്ലേലൂയ യേശുവിന്റെ നാമം സകല നാമത്തിനും മേലായ നാമമായി തീർന്നുവെന്ന്. അവൻ ഹല്ലേലൂയ അനുസരണമുള്ളവനായി ഹല്ലേലൂയ ക്രൂശിലെ മരണത്തോളം പിതാവിന്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. അവന്റെ അനുസരണമാകുന്നു ഹല്ലേലൂയ സകല നാമത്തിനും മേലായ നാമമാക്കി ആ നാമത്തെ തീർത്തത് എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. എന്തുകൊണ്ട് പിതാവ് പുത്രനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി എന്ന് ചോദിച്ചാല് ഹല്ലേലൂയ പാപിയായിരുന്ന മാനവ കുലത്തിന്റെ ഹല്ലേലൂയ ഉദ്ധാരണത്തിനും രക്ഷയ്ക്കുമായി തന്റെ പുത്രനായവന് സ്വർഗത്തിന് പ്രമോദമായിരുന്നവന് പിതാവിന്റെ മടിയിൽ മോദിച്ചിരുന്നവന് ഹല്ലേലൂയ പാപത്തിന് പരിഹാരമായി കാൽവരി ക്രൂശിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത അനുസരണം ഹല്ലേലൂയ അതാകുന്നു ഹല്ലേലൂയ അവനെ സകല നാമത്തിനും മേലായ നാമത്തിന് അധിപതിയാക്കി തീർത്തത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിങ്കൽ സകല അധികാരവും ഹല്ലേലൂയ ലോകത്തിന്റെ സകല അധികാരവും കീഴ്പ്പെടേണ്ടതാകുന്നു. അതിനെ കീഴ്പ്പെടുത്തുവാനുള്ള അത്യന്ത ശക്തി ആ നാമം ക്രൂശിൽ നിന്ന് പ്രാപിച്ചു. ഹല്ലേലൂയ അവൻ അനുസരിക്കാൻ ഏൽപ്പിക്കപ്പെട്ടതിനാൽ യേശുവിന്റെ നാമത്തിങ്കൽ സകല നാമവും സകല മുഴങ്കാലുകളും മടങ്ങുവാന് ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. 1 ശമൂവേൽ 17 അധ്യായം 45 വാക്യത്തിലെ ഹല്ലേലൂയ ഈ ഹല്ലേലൂയ നാമത്തിന്റെ ഹല്ലേലൂയ ശ്രേഷ്ഠതയെ കുറിച്ച് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇവിടെ ഇത് ഹല്ലേലൂയ ദാവീദ് ഹല്ലേലൂയ തനിക്കെതിരായി തന്റെ ജനത്തിനെതിരായി വെല്ലുവിളിക്കുന്ന ഗോലിയാത്തിന്റെ മുൻപിലേക്ക് കടന്നു ചെല്ലുകയാകുന്നു. ഇവിടെ ഹല്ലേലൂയ ദാവീദ് പറയുകയാകുന്നു, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ കടന്നു വരുന്നു. ഞാനോ നിന്നെ ചുറ്റുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ രാജാവായ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ കടന്നു വരുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ഹല്ലേലൂയ ഇവിടെ നമുക്കറിയാവുന്ന കാര്യമാകുന്നു ദാവീദ് അവനൊരു ചെറിയ ഹല്ലേലൂയ അതായത് ഗോലിയാത്തിനെ വെച്ച് നോക്കുമ്പോൾ വളരെ ചെറിയൊരു മനുഷ്യനായിരുന്നു. എങ്കിലും അവന്റെ ഹൃദയത്തിലെ ഹല്ലേലൂയ തങ്ങളുടെ ദൈവത്തെ നിന്ദിക്കുന്നവന് നേരെ കടന്നു ചെല്ലുവാന് ഉള്ള ഹല്ലേലൂയ ആ ഒരു ഉത്സാഹം ഹല്ലേലൂയ സ്വർഗം മാനിച്ചു. ഹല്ലേലൂയ നീ എന്റെ നേരെ വാളും കുന്തവും വേലുമായി കടന്നു വരുമ്പോൾ ഞാനോ ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിങ്കല് നീ നിന്നിച്ചിട്ടുള്ള ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ രാജാവായ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ കടന്നു വരുന്നുവെന്നാകുന്നു ഇവിടെ ഹല്ലേലൂയ ദാവീദ് പറയുന്നത്. ദാവീദിന് അറിയാമായിരുന്നു ഹല്ലേലൂയ തന്നെ പടചേർത്തവൻ ആരെന്നുള്ള ഉത്തമ വിശ്വാസം അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഇതാ ഗോലിയാത്ത് ലോകത്തിൻ്റെതായ പ്രതാപത്തോടുകൂടി തന്റെ ജനത്തെ നേരിടുവാനായി നിൽക്കുമ്പോൾ ഇതാ ഹല്ലേലൂയ ക്രിസ്തുവിന്റെ സ്നേഹത്തിനാല് യേശുവിനെ ഹല്ലേലൂയ ജീവനുള്ള ദൈവത്തിന്റെ ഹല്ലേലൂയ നാമത്തിനായി ഒരുവൻ നിൽക്കുകയാകുന്നു. ലോകപ്രകാരം ഒന്നും പറവാനും പുകഴുവാനുമില്ല, പക്ഷെങ്കിൽ അവന്റെ ഹൃദയ ഒരു നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ ഞാൻ സേവിച്ചു വരുന്ന ദൈവം സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഹല്ലേലൂയ നിന്റെ നേരെ എത്ര സൈന്യം പാളയം ഇറങ്ങിയാലോ ശത്രു സൈന്യം നിനക്കെതിരെ വന്നാലോ നീ ഭയപ്പെടേണ്ടതില്ല എന്ന് ദൈവവചനം നമ്മോട് പറയുന്നു. ഹല്ലേലൂയ നിന്റെ ജീവിതത്തില് ഒരു നിശ്ചയദാർഢ്യമുണ്ടായിരിക്കണം. ഞാൻ ആശ്രയിക്കുന്ന നാമം സകല നാമത്തിനും മേലായ നാമമാകുന്നു. ഈ നാമത്തിങ്കൽ ഹല്ലേലൂയ എനിക്കൊരു ധൈര്യമുണ്ട്. ഞാൻ എന്തിനു വേണ്ടി കടന്നു പോകുന്നുവോ എന്റെ ദൈവത്തെ നിന്ദിക്കുന്നവരുടെ മുമ്പില് എന്നെ മാനിച്ച് ജയത്തോടെ നടത്തുവാന് ജയത്തോടെ വിടുവിപ്പാൻ മതിയായ ഒരു ദൈവത്തെ ആകുന്നു ഞാൻ സേവിക്കുന്നതെന്നുള്ള ഉത്തമ നിശ്ചയം ഹല്ലേലൂയ ഇവിടെ നമുക്ക്
ദാവീദിന്റെ ജീവിതത്തിലുള്ളതായി കാണുവാൻ സാധിക്കുന്നു. ദാവീദ് ഒന്ന് വിശ്വസിച്ചു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ വിജയമുണ്ട് എന്ന്. ഹാലലൂയ. നാം പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഈ നാമത്തിലെ ഹാലലൂയ നമ്മൾ പ്രശ്നങ്ങളുടെ മുന്നിൽ അകപ്പെട്ടിട്ടുണ്ട് എങ്കിൽ, നമുക്കെതിരായി വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല എന്ന് തോന്നുന്നവരുടെ മധ്യത്തില് ഓ ഹാലലൂയ, ഞാൻ സേവിച്ചു വരുന്നവനായ ദൈവ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു എന്നുള്ള നിശ്ചയദാർഢ്യം നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ഹാലലൂയ പ്രിയരെ, ഈ നാമം നമ്മെ വിടുവിപ്പാൻ ശക്തമായ നാമമാക്കുന്നു. ഹാലലൂയ. ലോകത്തിന്റെ ആയുധമോ ലോകത്തിന്റെ അഭ്യാസങ്ങളോ ഹാലലൂയ നമ്മൾക്കില്ലായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ, ലോകത്തിന്റെ ആയുധമില്ലാതെ നിന്നെ പോരിനഭ്യസിപ്പിക്കുന്ന ഒരു ദൈവമാകുന്നു ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെന്ന് ഓർക്കേണം. ഹല്ലേലൂയ. അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും പോരിനെന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ അധികാരമുള്ള നാമത്തിന് മുൻപിൽ സകല നാമവും കീഴടങ്ങും. ഹല്ലേലൂയ. അതിനാൽ പ്രിയരെ, ഹല്ലേലൂയ, നമുക്ക് ആശ്രയിപ്പാൻ, നമുക്ക് ആഗ്രഹിപ്പാൻ, ഹാലലൂയ, നമ്മെ വിടുവിപ്പാൻ ശക്തമായ നാമം ഹാലലൂയ യേശുവിന്റെ നാമമാകുന്നു. ഈ അധികാരമുള്ള നാമത്തിന് മുമ്പില് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ ഹാലലൂയ നമ്മളുടെ ജീവിതത്തിന്റെ സകല പ്രശ്നങ്ങൾക്കും അവിടെ പരിഹാരമായി തീരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധികാരമുള്ള നാമത്തിന് കീഴില് ഹാലലൂയ നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാകുന്നു. അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായം 6-ാം വാക്യത്തില് നമുക്ക് കാണുവാൻ സാധിക്കും. പത്രോസ് യോഹന്നാനും ഹാലലൂയ ഇതാ ദേവാലയത്തിലേക്ക് കടന്നു പോകുന്നു. അപ്പോൾ അവിടെ ഹാലലൂയ ഒരുവൻ ഇരുന്ന് ഭിക്ഷയാചിക്കുകയാകുന്നു. അവന് കാഴ്ച പ്രാപിക്കുവാന് ആഗ്രഹമൊന്നും പറഞ്ഞില്ല. ഹാലലൂയ. അവന്റെ ജീവിതത്തിന്റെ ഹാലലൂയ ബലഹീനതകൾ മാറി പോകുവാനൊന്നും പറഞ്ഞില്ല. ഹല്ലേലൂയ. അവന് നടക്കുവാനുള്ള ആഗ്രഹമൊന്നും അവരെ അറിയിച്ചില്ല. എന്നാൽ ഹല്ലേലൂയ പത്രോസ് യോഹന്നാനും കടന്നു പോകുമ്പോൾ വസുന്ധരമെന്ന ഗോപുരവാതുക്കൽ ഇരുന്നു കൊണ്ട് ഭിക്ഷയാചിക്കുന്ന ഒരുവന് അപ്പോൾ ഇതാ പത്രോസ് പറയുകയാകുന്നു, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളതൊക്കെ നിനക്ക് തരുന്നു. ഓ നസ്രനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്ക എന്ന്. ഹല്ലേലൂയ. ഇതാ ഭിക്ഷയാചിച്ചവനോട് ഹല്ലേലൂയ യേശുവിന്റെ അധികാരമുള്ള നാമത്താലുള്ള വിടുതല് അവൻ കൽപ്പിച്ചു കൊടുക്കുകയാകുന്നു. അധികാരമുള്ള നാമത്തിൽ നീ എഴുന്നേൽക്കുക, എഴുന്നേറ്റ് നടക്ക എന്ന് പറഞ്ഞപ്പോൾ ക്ഷണത്തിൽ അവന്റെ ഹല്ലേലൂയ കാലും ഹാലലൂയ നരിയാണിയും ഉറച്ചു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവന്റെ ആത്മീയ അന്ധതയ്ക്ക് ഭേദം വന്നു. ഹാലലൂയ. അവൻ ഹാലലൂയ അവന് എഴുന്നേൽച്ചു നിൽക്കുവാൻ കഴിയാതെ വണ്ണം അവൻ ബലഹീനനായിരുന്നു. എന്നാൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് അവന്റെ മാനുഷികമായ ബലഹീനതകൾ നീങ്ങിപ്പോയി. അവന്റെ ബലഹീനമായ ഹല്ലേലൂയ നരിയാണിയും കാലും ഉറച്ചു നിൽക്കുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവനെ അതുവരെ ബാധിച്ചിരുന്ന ആത്മീയ അന്ധത അവന് ഒന്ന് മാത്രമേ അറിയുള്ളൂ. അവൻ ദേവാലയത്തിന്റെ പുറത്തിരുന്ന് ഭിക്ഷയാചിക്കണം. ദേവാലയത്തിന്റെ അകത്ത് എന്ത് നടക്കുന്നു എന്നുള്ളത് അവന്റെ വിഷയമല്ലായിരുന്നു. എന്നാൽ ഹല്ലേലൂയ യേശുവിന്റെ നാമത്താലുള്ള വിടുതൽ വ്യാപരിച്ചപ്പോൾ അവൻ ഹല്ലേലൂയ സൗഖ്യമുള്ളവനായി തീർന്നു. ആത്മാവിന്റെ സൗഖ്യം, ഹല്ലേലൂയ ശരീരത്തിന്റെ സൗഖ്യം അവന്റെ മേൽ അവിടെ വ്യാപരിപ്പാൻ ഇടയായി തീർന്നു. പ്രിയമുള്ളവരെ, അധികാരമുള്ള നാമത്തിന്റെ ശക്തിയാല് രോഗികൾ സൗഖ്യമാകും. ഹല്ലേലൂയ. ബന്ധനങ്ങൾ അഴിയപ്പെടുക. അവന്റെ ബന്ധനം അഴിഞ്ഞവനായി തീർന്നു. അവൻ ദൈവനാമത്തിന് പുകഴ്ചയായി തീർന്നുവെന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. ആത്മാവിന്റെ ഹല്ലേലൂയ
ഹല്ലേലൂയ. അവന്റെ ആത്മീയ അന്ധത മാറി. ഹല്ലേലൂയ. അവന്റെ ഹല്ലേലൂയ ആത്മീയ ബന്ധനങ്ങളെ ഹല്ലേലൂയ അവനെ ബന്ധിച്ചിരുന്ന സകല ബന്ധനങ്ങളും അവിടെ അറുക്കപ്പെട്ടു. അവൻ ഹല്ലേലൂയ പൂർണ്ണ സൗഖ്യമുള്ളവനായി അവന്റെ അകക്കണ്ണ് തുറന്ന് അവൻ ഹല്ലേലൂയ ദൈവനാമത്തിന് പുകഴ്ചയായി തീർന്നു. അവൻ ദൈവത്തെ ആരാധിപ്പാൻ കടന്നുപോയി തീർന്നു. അവൻ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമായി തീർന്നു എന്ന് നമ്മൾക്കിവിടെ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, അധികാരമുള്ളവൻ കൽപ്പിക്കുമ്പോൾ, അധികാരമുള്ള നാമത്തിനാൽ കൽപ്പിക്കുമ്പോൾ അവിടെ വിടുതലാകുന്നു, അവിടെ സൗഖ്യമാകുന്നു. നാളുകളായി ബന്ധിച്ചിരിക്കുന്ന അന്ധകാര വ്യാപാരങ്ങള് അവിടെ നിന്ന് മാറിപ്പോകും. അവന്റെ ആത്മീയ അന്ധത അവിടെ നിന്ന് നീങ്ങിപ്പോകും. ഹല്ലേലൂയ. അവൻ വെളിച്ചമുള്ളവനായി ആത്മാവിനെ പ്രാപിച്ചവനായി ക്രിസ്തുവിലുള്ള സന്തോഷം നേടിയവനായി ഹല്ലേലൂയ ജീവനുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യമായി നിൽക്കുന്നത് നമ്മൾക്കിവിടെ കാണുവാൻ സാധിക്കും. ഹല്ലേലൂയ. അധികാരമുള്ള നാമത്തിനാൽ സൗഖ്യം, അധികാരമുള്ള നാമത്തിനാൽ വിടുതല്, അധികാരമുള്ള നാമത്തിനാൽ ആത്മാവിന്റെ സമൃദ്ധി, അധികാരമുള്ള നാമത്തിനാൽ മറ്റുള്ളവരുടെ മുമ്പിൽ സാക്ഷ്യം വഹിപ്പാൻ സ്വർഗമിടയാക്കി തീർക്കുന്നു. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങള് നാം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുക. ഹല്ലേലൂയ. ഇസ്രായേൽ ജനം യുദ്ധത്തിനായി കടന്നു പോകുന്നു. ഓ യോശുവയുടെ നേതൃത്വത്തില് ഹല്ലേലൂയ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് തന്റെ ദാസനായ യോശുവ അധികാരത്തോടെ യേശുവിന്റെ നാമത്തില് പ്രകൃതി ശക്തികളോട് കൽപ്പിക്കുകയാകുന്നു. ഹല്ലേലൂയ. സൂര്യ ഹല്ലേലൂയ നീ ഗിബെയോനിലും ചന്ദ്ര നീ അയോലാൻ താഴ്വരയിൽ നിൽക്കുക എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. അതിനു മുമ്പും അതിനു പിൻപും ഒരു കാലത്തും ഹല്ലേലൂയ മനുഷ്യന്റെ വാക്കിനെ ഹല്ലേലൂയ ദൈവം പ്രകൃതി ശക്തികളെ നിർത്തിച്ചു എന്ന് നമ്മൾ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. ഒരു ദിവസം മുഴുവനും സൂര്യനെയും ചന്ദ്രനെയോ അതിനെ ഹല്ലേലൂയ അതിന്റെ അച്ചുതണ്ടിന്മേൽ നിൽക്കുമാറാക്കിയ അധികാരത്തിന്റെ ശുശ്രൂഷ ഓ ആ നാമത്തിനാൽ ഹല്ലേലൂയ നമുക്ക് കാണുവാൻ സാധിക്കുക. ഓ ഹല്ലേലൂയ. നമ്മൾ ദൈവഹിത പ്രകാരം ജീവിതം നയിക്കുന്നവരെങ്കില്, വിശുദ്ധ ജീവിതത്തിന് ഉടമകളെങ്കില് ഹല്ലേലൂയ ഈ അധികാരമുള്ള നാമത്തിൽ കൽപ്പിക്കുമ്പോൾ ഓ സൂര്യ ില്ല ചന്ദ്രനെന്നില്ല. ഓ ഹല്ലേലൂയ എന്റെ പിതാവിന്റെ സൃഷ്ടികൾ സർവ്വതോ ആ നാമത്തിനു മുമ്പില് ഓ ഹല്ലേലൂയ മിണ്ടാതായി തീരുമെന്നുള്ളത്, ചലിക്കാതായി തീരുമെന്നുള്ളത് ദൈവവചനം നമുക്ക് കാണിച്ചു തരുന്നു. ഈ നാമത്തിന്റെ ശക്തി ഓ ഹല്ലേലൂയ സകലത്തിന്റെ മേലും വ്യാപരിപ്പാൻ മതിയായതാകുന്നു. ഈ നാമത്തിന്റെ ശക്തി ഓ ഹല്ലേലൂയ ലോകത്തിൽ വ്യാപരിക്കുമ്പോൾ ഓ ഹല്ലേലൂയ നിർത്തേണ്ടതിനെ അതിന്റെ സ്ഥാനത്ത് നിർത്തുക, ചെയ്യേണ്ടവന്റെ പ്രവൃത്തി അവൻ ചെയ്തെടുക്കുക. അങ്ങനെ ഇസ്രായേൽ ജനം അവിടെ ജയം പ്രാപിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ നാമത്തിന്റെ ശക്തിയെങ്കില് ഓ ഹല്ലേലൂയ ലോകത്തിലുള്ള സകല നാമങ്ങളും ഹല്ലേലൂയ മുട്ടുമടക്കുന്ന നാമ, ലോകത്തിലുള്ള സർവ സൃഷ്ടികളോ ഈ നാമത്തിങ്കൽ ഹല്ലേലൂയ ഭയപ്പെടുന്ന നാമ, ലോകത്തിലുള്ള സർവ്വതും ഹല്ലേലൂയ ഈ നാമത്തെ അനുസരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് പകൽക്കാലം നമ്മളെ ഒന്ന് ശോധന ചെയ്യണം. ഈ നാമത്തിങ്കൽ നമ്മൾ അനുസരണമുള്ളവരാണോ? ഹല്ലേലൂയ ഹല്ലേലൂയ. സർവചരാചരങ്ങളും തന്റെ സകല സൃഷ്ടികളും ഈ ദൈവത്തെ അനുസരിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഹല്ലേലൂയ ഈ ദൈവത്തെ അനുസരിക്കാത്തവരായി തങ്ങളുടെ വഴികളിൽ ജീവിക്കുന്നുണ്ട് എങ്കിൽ, ആരെങ്കിലും പ്രയാസത്തോടെ രോഗത്തോടെ ആയിരിക്കുന്നുണ്ട് എങ്കിൽ ഓ ഹല്ലേലൂയ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് വിടുതലുണ്ട്, സൗഖ്യമുണ്ട്, ആരോഗ്യമുണ്ട്. ഹല്ലേലൂയ. ആ നാമത്തെ ഒന്ന് ഏറ്റുപറയുവാൻ, ആ നാമത്തിങ്കളൊന്ന് മുട്ടുമടക്കുവാൻ തയ്യാറായാൽ ഹല്ലേലൂയ പ്രിയരെ യേശുവിന്റെ നാമത്താലുള്ള വിടുതല് നമ്മുടെ ജീവിതത്തിലും അവകാശമായി തീരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അടുത്തതായി നാമത്തിന്റെ ഒരു ശക്തി കൂടി നമുക്ക് നോക്കാം. ഉത്തമഗീതം 1-ാം അധ്യായം 3-ാം വാക്യം. ഈ നാമത്തിന്റെ ഒരു മഹാത്മ്യം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉത്തമഗീതം 1-ാം അധ്യായം 3-ാം വാക്യം. ഈ നാമം
ഹല്ലേലൂയ, പകർന്ന തൈലം പോലെ ആകുന്നു. ഹല്ലേലൂയ, നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ, സകല കന്യകമാരും നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, മാനവകുലത്തിന്റെ ഉദ്ധാരണത്തിന് സ്വർഗീയ ഹല്ലേലൂയ മഹിമകളെ വിട്ട് ഭൂമിയിലേക്ക് കടന്നു വന്ന ഹല്ലേലൂയ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. ആ ഹല്ലേലൂയ, ആ മശികയെ കണ്ടുകൊണ്ട് ഒരു ഭക്തൻ പാടിയതാകുന്നു, നിന്റെ നാമം ഹല്ലേലൂയ പകർന്ന തൈലം പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, മാനവരാശി ഏറ്റവും അധികം സ്നേഹിക്കുന്ന വ്യക്തി ആരെന്ന് ചോദിച്ചാല് അത് മശികയാകുന്നു. ഹല്ലേലൂയ, ദൈവ സ്നേഹത്തിന്റെ മാധുര്യമാകുന്നു ഇതിന് കാരണമായി തീരുന്നത്. സ്വർലോക മഹിമകൾ വെടിഞ്ഞ് ലോകത്തിലേക്ക് വന്ന് നമുക്കായി വെറുമയായി തീർന്നവൻ നസ്രത്തിൽ. ഹല്ലേലൂയ, 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 ഒരു ഹല്ലേലൂയ സാധാരണക്കാരനായി അവൻ ജനിച്ചു വളർത്തപ്പെട്ടു. മനുഷ്യന് വേണ്ടി മനുഷ്യനായി പിറന്ന് മനുഷ്യന്റെ ഹല്ലേലൂയ സർവവേദനകളും പ്രയാസങ്ങളും ഭാരങ്ങളും അവനും ഏറ്റെടുത്തു. ഹല്ലേലൂയ, നമുക്ക് വേണ്ടി നമ്മിൽ ഒരാളായി പിറന്നു വീണ് ഹല്ലേലൂയ ഇതാ അവസാനം പിതാവിന്റെ ഹിതത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തതാകുന്നു. ഹല്ലേലൂയ, ആ ക്രൂശിലെ സ്നേഹം, ആ സ്നേഹത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് ഹല്ലേലൂയ പറയുന്നുണ്ട്. ഹല്ലേലൂയ, പൗലോസിനെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നസ്രത്തിൽ ഹല്ലേലൂയ ക്രിസ്തു മാർഗത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നടക്കുമ്പോൾ അവനും ക്രിസ്തുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടു. ക്രിസ്തുവിന്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ട പൗലോസ് പിന്നെ ചോദിക്കുന്നത് എന്തെന്ന് ചോദിച്ചാല്, ഓ ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ ആർക്കു സാധ്യമാകും? ഹല്ലേലൂയ, എന്നെ വേർപിരിപ്പാൻ ഈ ലോകത്തിലെ ഒന്നിനും സാധ്യമാവുകയില്ല. കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തോ വാളോ ഹല്ലേലൂയ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഒന്നിനാലും ഈ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്നാകുന്നു അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് പറയുന്നത്. ഹല്ലേലൂയ, ക്രിസ്തു മാർഗത്തിനെതിരായി നിന്നവൻ, ദൈവജനത്തെ ഇല്ലായ്മ ചെയ്യുവാൻ കടന്നു വന്നവൻ, യേശുവിന്റെ സ്നേഹത്തിന്റെ മാധുര്യം മനസ്സിലാക്കിയപ്പോൾ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആ ഹല്ലേലൂയ ദേവദാസൻ പറയുകയാകുന്നു, ഈ സ്നേഹത്തിന്റെ മാധുര്യത്തിൽ നിന്ന് എന്നെ വിടിപ്പാൻ, എന്നെ വേർതിരിപ്പാൻ ഈ ലോകത്തിന്റെ ഒരു ശക്തിക്കും സാധ്യമാവുകയില്ല എന്ന്. ഹല്ലേലൂയ, ഇവിടെ ഹല്ലേലൂയ ശലോമോന് പറയുകയാകുന്നു. ഹല്ലേലൂയ, അവന്റെ നാമം പകർന്ന തൈലം പോലെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, അവന്റെ നാമം പകർന്ന തൈലം പോലെ ശ്രേഷ്ഠമാകുന്നു. അത് ഹല്ലേലൂയ, അത് വാസന പകർത്തുന്നതാകുന്നു. പകർന്ന തൈലം പോലെ. ഹല്ലേലൂയ, ആ നാമത്തിന്റെ മാധുര്യത്തിനെങ്കില് ഹല്ലേലൂയ, ആ നാമത്തിന്റെ ശ്രേഷ്ഠതയെങ്കില് ഹല്ലേലൂയ കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു എന്നാകുന്നു. ഹല്ലേലൂയ, ആ പരിമളത്തിന് മുമ്പില് യേശുവിനോടുള്ള സ്നേഹം നിർമ്മലമായ സ്നേഹമാകുന്നു. ഹല്ലേലൂയ, യേശുവിന് നമ്മോടുള്ള സ്നേഹവും നിർമ്മലമായ സ്നേഹമാകുന്നു. യേശുവിന് നമ്മോടുള്ള സ്നേഹം വിശുദ്ധിയിലുള്ളതാകുന്നു. നമുക്കും നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹം വിശുദ്ധിയിലായിരിക്കണം കാത്തു സൂക്ഷിക്കേണ്ടത്. കാരണം ഹല്ലേലൂയ, അവന്റെ നാമം തൈലം പോലെ. ഹല്ലേലൂയ, ശ്രേഷ്ഠമേർ പകർന്ന തൈലം പോലെ. ഹല്ലേലൂയ, പരിമളമുള്ളതാകുന്ന നാമം. ഹല്ലേലൂയ, ആ നാമത്തില് ഹല്ലേലൂയ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിക്കാം. യേശുവിനോടുള്ള നമ്മുടെ സ്നേഹം എപ്രകാരമുള്ളതാകുന്നു ഇന്ന് പകൽക്കാലം ഒന്ന് ശോധന ചെയ്യാം. നമ്മൾ നിർമ്മല സ്നേഹത്തിനുടമകളാണോ? ക്രിസ്തുവിനോടുള്ള സ്നേഹത്തില് നമ്മൾ നിർമ്മലത കാത്തു സൂക്ഷിക്കുന്നവരാണോ? ആ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തില് അവൻ വിശുദ്ധനായിരുന്നു. അവനോടുള്ള സ്നേഹം ഹല്ലേലൂയ നമുക്ക് വിശുദ്ധിയിലുള്ളതാണോ എന്ന് നമ്മെ തന്നെ ഇന്ന് കാലം ഒന്ന് ശോധന ചെയ്യേണ്ടത് ആവശ്യമാകുന്നു.
ഹല്ലേലൂയ. യേശുവിന്റെ നാമം പകർന്ന തൈലം പോലെയാകുന്നു. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം 10-ാം വാക്യത്തില് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. സ്വർഗത്തിൽ തന്റെ പിതാവിന്റെ മടിയിൽ മോദിച്ചിരുന്ന പുത്രനെ കാൽവറിയിലേക്ക് എറിയപ്പെട്ടുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അവനെ തകർത്ത് കളഞ്ഞു എന്നാകുന്നു ദൈവവചനത്തിൽ നാം കാണുന്നത്. ക്രിസ്തുവിനെ നമ്മുടെ പാപത്തിന് പരിഹാരമായി ഹല്ലേലൂയ പിതാവ് ഹല്ലേലൂയ കാൽവറിയിൽ എറിഞ്ഞു കൊടുത്തു. ഹല്ലേലൂയ. അവൻ അവിടെ തകർക്കപ്പെട്ടു. ക്രിസ്തു നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു, നമ്മുടെ പാപത്തിന് പരിഹാരമായി തകർക്കപ്പെട്ടു. എന്നാൽ പെന്തക്കോസ്ത് നാളിൽ ഹല്ലേലൂയ പരിശുദ്ധാത്മാവെന്ന കാറ്റിനാൽ യേശു നാമത്തിന്റെ സൗരഭ്യം ഹല്ലേലൂയ ലോകത്തിന്റെ 4 ദിക്കിലേക്കും പകരപ്പെടുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. 2000 വർഷങ്ങൾക്ക് മുമ്പ് പകരപ്പെട്ട ആ സൗരഭ്യവാസന ഏറ്റെടുക്കുവാൻ, ആ നാമത്തിൽ നിലനിൽക്കുവാൻ സ്വർഗം നമുക്ക് ഈ ഭൂമിയിലെ അവസരം നൽകിയതോർത്ത് നാം ദൈവത്തെ സ്തുതിക്കേണ്ടതാകുന്നു. കാരണം ഹല്ലേലൂയ ആ നാമത്തിന്റെ ശ്രേഷ്ഠത, ആ നാമത്തിന്റെ സൗരഭ്യം ഹല്ലേലൂയ അത് വളരെ ശ്രേഷ്ഠമേറിയതാകുന്നുവെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഓ ഹല്ലേലൂയ. ആകയാൽ അവന്റെ നാമം പകർന്ന തൈലം പോലെയാകുന്നു. ഈ സ്നേഹം ഇന്നും എന്നും ഹല്ലേലൂയ പകരപ്പെടുന്ന തൈലമാകുന്നു. ഹല്ലേലൂയ. ക്രിസ്തു മാർഗത്തെ അടിച്ചമർത്തുവാൻ ശ്രമിക്കും തോറും ഈ മാർഗം വർദ്ധിച്ചു വരുവാന് കാരണമാകുന്നതെന്തെന്ന് ചോദിച്ചാൽ കാൽവറിയിൽ തകർക്കപ്പെട്ട നിത്യമായ സ്നേഹമാകുന്നു. ഹല്ലേലൂയ. ആ തകർക്കപ്പെട്ട ഹല്ലേലൂയ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ മാധുര്യമാകുന്നു പ്രിയരെ. ഹല്ലേലൂയ. ജീവിതത്തിൽ എന്തെല്ലാം വന്നാലും അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിനെ പോലെ ഈ സ്നേഹത്തിൽ നിന്ന് തന്നെ വേർതിരിപ്പാൻ, ഈ പരിമള തൈലത്തിന്റെ ഹല്ലേലൂയ ഈ പരിശുദ്ധിയിൽ നിന്ന് തന്നെ വേർതിരിപ്പാൻ ഒന്നിനാലും സാധ്യമല്ല എന്ന് ഉറക്കപ്പരവാന് ഇടയായി തീരണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവസ്നേഹത്തിന്റെ മാധുര്യം രുചിച്ചറിഞ്ഞവരെ എവിടെ കൊണ്ടിട്ടാലും അവർ ആ സ്നേഹത്തിന്റെ മാധുര്യത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സ്നേഹമുള്ളവർക്ക് ഹല്ലേലൂയ വിശുദ്ധിയോട് ജീവിപ്പാൻ പറ്റുകയുള്ളൂ. ഈ സ്നേഹമുള്ളവർക്ക് ഹല്ലേലൂയ മറ്റൊരാളെ സ്നേഹിപ്പാൻ സാധിക്കുകയുള്ളൂ പ്രിയരെ. ഹല്ലേലൂയ. നിന്റെ നാമം പകർന്ന തൈലം പോലെ അതുകൊണ്ട് കന്യകമാർ നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹത്തിന് ത്യാഗമുണ്ട് പ്രിയരെ. ഈ സ്നേഹമുള്ളവർക്ക് മാത്രമേ യജമാനനെ സ്നേഹിപ്പാൻ പറ്റുകയുള്ളൂ. ഈ സ്നേഹത്തിന്റെ മാധുര്യം ഹല്ലേലൂയ നമ്മിലേക്ക് ഇറങ്ങുമ്പോൾ ഹല്ലേലൂയ നാം ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രതികൂലം വന്നാലും ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് പിന്മാറിപ്പോകുവാന് ഇടയായി തീരുകയില്ല. ഹല്ലേലൂയ. മാനവകുലത്തിൽ അനേക മഹാന്മാർ വന്നിട്ടുണ്ട്. എന്നാൽ മാനവകുലം മുഴുവനും ഹല്ലേലൂയ ഏറ്റവും സ്നേഹിച്ച വ്യക്തി യേശുവായിരുന്നു. ഹല്ലേലൂയ. യേശുവായി തീരുവാൻ കാരണം എന്തെന്ന് നമ്മുടെ പാപത്തിന് പരിഹാരമായി ഹല്ലേലൂയ നമ്മെ രക്ഷിപ്പാന്, മനുഷ്യകുലത്തിന് രക്ഷിപ്പാന്, അവന്റെ പാപത്തിൽ നിന്ന് അവനെ വീണ്ടെടുപ്പാന് ആരുമില്ലാതെ ഇരുന്നപ്പോൾ താനായി ഹല്ലേലൂയ ആ പാപമേറ്റു നമുക്ക് വേണ്ടി കടന്നു വന്നു, നമ്മെ സ്വതന്ത്രരാക്കി മാറ്റി. ഹല്ലേലൂയ. പിതാവേ, യേശുവിന്റെ സ്നേഹത്തിങ്കല് സ്വലോകരുടെയും അധോലോകരുടെയും ഹല്ലേലൂയ ഹല്ലേലൂയ മുഴങ്കാലുകളൊക്കെയും മടങ്ങും ഈ നാമത്തിങ്കല്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് വിടുതലുണ്ട്. ഹല്ലേലൂയ. ഈ നാമത്തിങ്കൽ ഹല്ലേലൂയ ഈ നാമത്താൽ അവൻ നമ്മെ സ്വതന്ത്രരാക്കുന്ന ദൈവമാകുന്നെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യോഹന്നാൻ സുവിശേഷം 12-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇതാ. ഹല്ലേലൂയ. ഒരു സ്ത്രീ ഹല്ലേലൂയ തന്റെ ജീവിതത്തിന്റെ സകല നിക്ഷേപങ്ങളും ഹല്ലേലൂയ അവൾ തൊരുക്കൂട്ടി വെച്ചിട്ട് യേശുവിനെ ഹല്ലേലൂയ തന്റെ പാദത്തിങ്കല്
ഹല്ലേലൂയ, സ്വച്ഛ ജഡമാംസ തൈലം കൊണ്ട് പൂശി തന്റെ മുടി കൊണ്ട് അവന്റെ പാദം തോർത്തി. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണുന്നത് ഹല്ലേലൂയ ക്രിസ്തുവിലുള്ള നിസ്വാർത്ഥമായ സ്നേഹത്തെയാകുന്നു. ഹല്ലേലൂയ. തന്റെ ജീവിതത്തില് അവൾ ക്രിസ്തുവെ വാസ്തവമായി സ്നേഹിച്ച് എന്തുകൊണ്ടെന്നാല് അവളുടെ ഹല്ലേലൂയ പാപത്തിന് പരിഹാരം, അവളുടെ പാപത്തിൽ നമ്മളെ വിടുവിച്ച ഒരു ക്രിസ്തുവിനെ അവൾ അവളുടെ ജീവിതത്തിൽ കാണുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. ലാസറിനെ ഹല്ലേലൂയ ഉയർപ്പിച്ചതിന് ശേഷം അവൾക്ക് അവളോടുള്ള സ്നേഹം, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ അവൾ പ്രദർശിപ്പിക്കുകയാകുന്നു. അവൾ ലോകത്തിൽ ഹല്ലേലൂയ തനിക്ക് ഹല്ലേലൂയ മൂല്യമെന്ന് തോന്നിയതൊക്കെയോ ഈ നാമത്തിന് വേണ്ടി കൊടുക്കുവാൻ ഇടയായി തീർന്നു. ഇവിടെ ഈ സ്ത്രീയെ കുറ്റപ്പെടുത്തുന്ന ഒരു കൂട്ടരെ നമുക്ക് കാണുവാൻ സാധിക്കും. അവളുടെ സ്നേഹത്തിന്റെ ത്യാഗം ഹല്ലേലൂയ കുറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ ഹല്ലേലൂയ എന്തുമായി തീർന്നു കൊള്ളട്ടെ, എന്നാലും ഞാൻ കർത്താവിന് വേണ്ടി ഇത് ചെയ്യോ, ഈ നസ്രേന് വേണ്ടി ഞാൻ ഇത് ചെയ്യുമെന്നുള്ള ഒരു അഭേദ്യമായ ഹല്ലേലൂയ ക്രിസ്തുവുമായുള്ള സ്നേഹം ഹല്ലേലൂയ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഈ സ്നേഹം ഒരു ത്യാഗത്തിന്റെ സൂചനയായി നമുക്ക് കാണുവാൻ സാധിക്കും. സമൂഹം അവളെ കുറ്റപ്പെടുത്തുന്നു. ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുവാൻ പാടില്ലയോ, എന്തിനു വേണ്ടി ഇവന് വേണ്ടി ഇത് ചെയ്തുവെന്ന് ചോദിക്കുമ്പോൾ ഇതാ ഹല്ലേലൂയ നിന്റെ ത്യാഗത്തിനു മുമ്പിൽ ക്രിസ്തു മിണ്ടാതെ ഇരിക്കുകയില്ല, അവൻ സംസാരിക്കും. ഹല്ലേലൂയ. നിന്റെ സ്നേഹത്തിന് മുമ്പിൽ ഈ ക്രിസ്തു മിണ്ടാതെ ഇരിക്കുകയില്ല, അവൻ നമ്മൾക്ക് വേണ്ടി സംസാരിക്കുക. ഇവിടെ കർത്താവ് പറയുകയാവുന്നു, നിങ്ങൾ അവളെ വിടുക. ഹല്ലേലൂയ. നിങ്ങൾ അവളെ വിടുക. ഹല്ലേലൂയ. അവൾ അത് ഹല്ലേലൂയ എനിക്ക് വേണ്ടി ചെയ്തു. എന്തുകൊണ്ടെന്നാല് അവൾക്ക് എന്നോടുള്ള സ്നേഹത്തിന്റെ ഹല്ലേലൂയ പ്രതീകമായിരുന്നു അത്. അവന്റെ മുമ്പിൽ ഹല്ലേലൂയ അവൾ ഹല്ലേലൂയ ക്രിസ്തു മറ്റുള്ളവരുടെ മുമ്പില് ഹല്ലേലൂയ അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. അവന്റെ നാമം ഹല്ലേലൂയ പകർന്ന തൈലം പോലെയാകുന്നു. ഹല്ലേലൂയ പ്രിയരെ, ഹല്ലേലൂയ നമ്മളുടെ ജീവിതത്തില് ഈ യേശുവിനെ പിൻഗമിപ്പാന്, ഈ യേശുവിലെ ഹല്ലേലൂയ ആശ്രയം വെക്കുവാന് ഇടയായി തീർന്നതിനാൽ നമ്മളെ പോലെ ഭാഗ്യമുള്ളവർ ഈ ലോകത്ത് വേറെ ആരുമില്ല എന്ന് പറയുവാന് ഇടയായിത്തീര്. ഹല്ലേലൂയ. അവന്റെ നാമം പകർന്ന തൈലം പോലെയാകുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് കന്യകമാർ അവനെ സ്നേഹിക്കുന്നു. നിർവ്യാജ സ്നേഹം, വിശുദ്ധ സ്നേഹം. ഹല്ലേലൂയ. പ്രതിഫലേച്ഛ കൂടാതെ ക്രിസ്തുവെ സ്നേഹിപ്പാന് ഇടയായി തീരുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പ്രിയരെ, ആരെങ്കിലും ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തില് ആയിട്ടില്ല എങ്കിൽ ഹല്ലേലൂയ ഒരു പ്രാവശ്യം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. കൽവരി ക്രൂശിന്റെ അടിവാരത്തിലേക്കൊന്ന് കടന്നു ചെല്ലുക. ഹല്ലേലൂയ. നമുക്കായി തകർക്കപ്പെട്ടവൻ, നമുക്കായി ഉടയ്ക്കപ്പെട്ടവൻ ആ ക്രിസ്തുവിന്റെ സ്നേഹം ഒന്ന് കാണുമ്പോൾ നമ്മൾ ഒന്നുമില്ല എന്ന് ദൈവസന്നിധിയില് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ക്രിസ്തുവാകുന്ന പാറയില് മറഞ്ഞിരുന്നു കൊണ്ട് ഹല്ലേലൂയ ഹല്ലേലൂയ ക്രിസ്തുവിന് വേണ്ടി ജീവിപ്പാൻ നമ്മളെ തന്നെ നാം ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാകുന്നു. ഉത്തമഗീതം 2:14 ഹല്ലേലൂയ തന്നെ കാത്തിരിക്കുന്ന തന്റെ സഭയെ ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ അവർക്ക് വേണ്ടി കടന്നു വരുവാൻ ഹല്ലേലൂയ അധികം താമസമില്ല. ക്രിസ്തുവാകുന്ന പാറയിൽ മറഞ്ഞിരിക്കുന്ന ഗുരുപ്രാവിനോട് ഹല്ലേലൂയ പാറയുടെ പിളർപ്പിലും കടുംതൂക്കിന്റെ മറവിലും ഇരിക്കുന്ന എന്റെ പ്രാവേ, നിന്റെ മുഖമൊന്ന് കാണട്ടെ, നിന്റെ സ്വരമൊന്ന് കേൾക്കട്ടെ. ഹല്ലേലൂയ. നിന്റെ സ്വരം ഇമ്പമുള്ളതോ നിന്റെ മുഖം സൗന്ദര്യമുള്ളതുമാകുന്നു. ഓ ഈ പാറയിൽ മറഞ്ഞിരിക്കുന്നവരെ ദൈവസഭയെ ഹല്ലേലൂയ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ഓർക്കേണ്ടതാകുന്നു. താമസമിന് നമ്മുടെ പ്രാണപ്രിയൻ കടന്നു വരോ. ഹല്ലേലൂയ. ഈ പാറയിൽ നീ ആശ്രയിച്ചിട്ടുണ്ട് എങ്കില് ഈ പാറയുടെ മറവിലാകുന്നു നീ അഭയം ഹല്ലേലൂയ കണ്ടെത്തിയതെങ്കില്
ഹല്ലേലൂയ. തൻ്റെ കുറുപ്രാവിനെ ചേർക്കുവാനായി തൻ്റെ ഇണ കടന്നു വരുവാൻ കാലമായി. ഹല്ലേലൂയ. അവൻ താമസമിനെ കടന്നു വരാ. ലോകമെന്തും പറഞ്ഞുകൊള്ളട്ടെ, ലോകക്കാർ ഹല്ലേലൂയ നമ്മെ നിന്നിച്ച് തള്ളിക്കളഞ്ഞുകൊള്ളട്ടെ, എങ്കിൽ ഹല്ലേലൂയ ക്രിസ്തുവിലുള്ള ധൈര്യം മുറുകെ പിടിച്ചുകൊണ്ട് ഈ ബലമുള്ള ഗോപുരത്തില് ഹല്ലേലൂയ ഹല്ലേലൂയ അവന്റെ നാമം ഹല്ലേലൂയ വഹിക്കുന്നവരായി ഈ ഗോപുരത്തില് അഭയം പ്രാപിക്കുന്നവരായി തിരുവാന് ഹല്ലേലൂയ അവന്റെ നാമം ഹല്ലേലൂയ സകല നാമത്തിനും മേലായ നാമമാകിയാൽ ആ നാമത്തിങ്കൽ ആശ്രയിച്ചുകൊണ്ട് ഓ ഹല്ലേലൂയ അവന്റെ നാമം പകർന്ന തൈലം പോലാകുന്നു. ആ ഹല്ലേലൂയ ആ പകർന്ന തൈലത്തിന്റെ വാസന ഹല്ലേലൂയ ലോകത്തിന്റെ മുമ്പില് ഹല്ലേലൂയ വഹിപ്പാന് നാം നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമെങ്കിൽ ഹല്ലേലൂയ താമസമിന് നമ്മുടെ പ്രാണപ്രിയൻ കടന്നു വരും. നമ്മുടെ പ്രാണപ്രിയൻ കടന്നു വരുമ്പോൾ ലജ്ജിക്കാത്ത മുഖത്തോടുകൂടി ഓ തേജസ്സിന്റെ കിരീടം പ്രാപിച്ചവരായി അവനെ എതിരേൽപ്പാൻ ഇടയായി തീരും. അതിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. ഹല്ലേലൂയ ഈ നാമം ശക്തിയുള്ള നാമം, ഈ നാമം ബലമുള്ള ഗോപുരം. ഹല്ലേലൂയ ഈ നാമത്തിന്റെ മുമ്പിൽ സകല ഹല്ലേലൂയ മുഴങ്കാലുകളും മടങ്ങോ. ഇത് ഹല്ലേലൂയ ഈ നാമം പകർന്ന തൈലം പോലെ മറ്റുള്ളവർക്ക് ഹല്ലേലൂയ വാസന പകർത്തുന്നതായി തീരാ. ഈ വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ ഏൽപ്പിക്കാം. ഹല്ലേലൂയ വചന പ്രകാരം ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടയാക്കുമാറാകട്ടെ. ആമേൻ.